മകനെ കൊന്നവർക്ക് സ്വൈര്യവിഹാരം ഉറപ്പാക്കുന്നു. നീതി തേടിയുള്ള തങ്ങളുടെ പോരാട്ടത്തിന് തടയിടുന്നു. സംസ്ഥാന സർക്കാരിനെതിരായ രോക്ഷം ഉള്ളിലൊതുക്കി CP മുഹമ്മദ് പറഞ്ഞു. മകൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് വീടിന്റെ പേര് ഷുഹൈബ് മൻസിൽ എന്നാക്കിയത്. പക്ഷേ ഈ വീട്ടിൽ മനസമാധാനത്തോടെ എന്നുറങ്ങാൻ കഴിയുമെന്നറിയില്ല. നമ്മളെ മകനെ കൊല ചെയ്യപ്പെട്ട് എന്തുകൊണ്ടാണെന്ന് ഒന്നുപോലും നമുക്ക് ഇത് പിടുത്തം കിട്ടിയിട്ടില്ല. ആ പ്രതികളാണ് ഇപ്പം വലസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാ പ്രതികൾ, യഥാർത്ഥ പ്രതികൾ ആരാ, എന്തിനു വേണ്ടി ഇന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ CBIക്ക് വേണ്ടി പോയത്. അപ്പോൾ CBIക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ഫയലുകളെല്ലാം സർക്കാരുകൾ പിടിച്ചു വച്ചിരിക്കുന്നു. ഈ അച്ഛന്റെ പോരാട്ടം എന്ന് അവസാനിക്കുമെന്ന് ഒരു വ്യക്തതയുമില്ല. CBI അന്വേഷണം വേണമെന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു കാരണവശാലും CBI അന്വേഷണം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഭരണകക്ഷിയായ CPMന്റെ പിടിവാശിക്ക് വേണ്ടി സർക്കാർ നികുതി പണം ഉപയോഗിച്ച CBI അന്വേഷണത്തിന് തടയിടുന്നു. കോടതി മാത്രമാണ് പിന്നീടൊരാശ്രയം. എന്നാൽ കോടതി വ്യവഹാരങ്ങൾ നീണ്ടുപോവുകയുമാണ്. ഇതുവരെക്കും നീതി നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീതി നീണ്ടുപോകുന്നത് നമുക്ക് പോലും അറിയുന്നില്ല. അപ്പോൾ നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഇതിന് കൂടുതലായിട്ട് ഇടപെടുന്നത് കേരള സർക്കാരാണ്. 6 വർഷമായിട്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു നീതിയും കിട്ടിയിട്ടില്ല. കേസിൽ സംസ്ഥാന പോലീസ് പ്രതിയേർത്ത CPM പ്രവർത്തകൻ ആകാശ് തില്ലങ്കേരിക്ക് നാട്ടിൽ സ്വൈര്യവിഹാരമാക്കാം. ഈ നാട്ടിൽ ഇരകൾക്ക് എന്ത് നീതി എന്ന ചോദ്യം സ്വാഭാവികം. പുറത്തിറങ്ങിയ പ്രതികൾ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നു. ഇവിടെ എന്തും നടക്കുമെന്ന് പ്രതികൾ വിളിച്ചു പറയുമ്പോൾ ഇരകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമാകും. ആ ഭയത്തെയും അതിജീവിച്ചു വേണം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരാൻ. കണ്ണൂർ ജില്ലയിൽ തന്നെ നടന്ന അരിൽ ഷുക്കൂർ കൊലപാതകത്തെയും കോടതി വ്യവഹാരങ്ങൾ നീണ്ടുപോവുകയാണ്. CBI അന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ട CPM നേതാക്കളായ P. ജയരാജനും TV രാജേഷും നൽകിയ വിടുതൽ ഹർജിയിൽ ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുമില്ല. അതിനുശേഷം മാത്രമേ കേസിലെ വിചാരണ ആരംഭിക്കുവാനും കഴിയൂ. അല്ല, ആ കേസുകളൊക്കെ കോടതിയിലല്ലേ. കോടതിയിലിരിക്കുന്ന കാര്യം സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ കോടതി ഇതൊക്കെ താഴെ കോടതിയിൽ വിചാരണയിലിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നീതി ഉറപ്പാക്കാൻ കേന്ദ്ര ഏജൻസികൾ തന്നെ വരണമെന്ന് ഇരകൾ ആവശ്യപ്പെടുമ്പോഴും അതിനുവേണ്ടിയുള്ള നിയമവ്യവഹാരങ്ങൾ നീതി വൈകിപ്പിക്കുന്നുണ്ട്. നീതി വൈകിപ്പിക്കുന്ന ഓരോ നിമിഷവും ഇരകളാക്കപ്പെടുന്ന കുടുംബങ്ങളുടെ മനസ്സിൽ ഭയമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്ന സർക്കാർ സംവിധാനവും രാഷ്ട്രീയ നേതൃത്വങ്ങളും ആരുടെ പക്ഷത്താണ്? രാഷ്ട്രീയ പാർട്ടികളുടെ തള്ളിപ്പറച്ചിൽ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടൽ മാത്രമാകുന്നു. പാർട്ടികളുടെ മൗനസമ്മതം തുടരുന്നിടത്തോളം കാലം ബോംബ് നിർമ്മാണവും സ്ഫോടനവും തുടർക്കഥയാകും. കണ്ണൂരിൽ നിന്ന് S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്.